ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് ഓഫ് ശ്രീകുട്ടി. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പഴയ സാരിയുമായിട്ടാണ്. ഈ സാരിയിൽ നിന്ന് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു കുർത്തി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആ സാരി മൊത്തം വലിച്ച് കീറി തുണ്ടം പരുവാക്കി മാറ്റിയിട്ടുണ്ട്. ആ സാധനം നമുക്ക് വേണം കേട്ടോ. ഇനി അങ്ങനെ നമ്മുടെ പതിവ് പോലെ അളവുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി 4ആയിട്ട് മടക്കി നമ്മുടെ ഒരു ചുളിവില്ലാതെ സാരി നിവർത്തിയിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എൻ്റെ ഷോൾഡറായ 7 ഇഞ്ചും നമ്മുടെ ആം ഹോളായ 7 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു ലൈൻ വരച്ചതിന് ശേഷം 9 ഇഞ്ച് ചെസ്റ്റ് അളവും മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഒരു ലൈനും കൂടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ആം ഹോളിൻ്റെ പകുതി എടുത്തിട്ട് അവിടുന്ന് അതിനു മുമ്പ് ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ഷേപ്പ് ലെങ്തും സ്ലിറ്റ് ലെങ്തും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ടിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഷേപ്പ് വിഡ്ത്ത് 8.5 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 9.5 മാർക്ക് ചെയ്തു. നമ്മുടെ സ്ലിറ്റിൻ്റെ അവസാനമായിട്ട് 12 ഇഞ്ച് അവിടെയും വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ആം ഹോൾ എടുക്കുന്നത്. ആം ഹോളിൻ്റെ പകുതി കണ്ടിട്ട് അവിടുന്ന് ഒരു മാർക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് ആം ഹോൾ വരച്ചെടുക്കുക. ഞാനിവിടെ ചൈനീസ് സ്കെയിലാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതില്ലാത്തവർക്ക് ഒരു സോസറോ അങ്ങനെ എന്തെങ്കിലും പാത്രം കൊണ്ടായാലും അത് വരച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാൻ നമ്മുടെ ബാക്ക് നെക്കാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. 3 ഇഞ്ച് വിഡ്ത്തും 4.5 ഇഞ്ച് ലെങ്തിൽ ഒരു ബോക്സ് രൂപത്തിൽ അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വരച്ച പോയിന്റുകളെല്ലാം കൂടെ ഒരു ഷേപ്പ് എന്ന രീതിയിൽ മാർക്ക് ചെയ്യുകയാണ്. ആ ഷേപ്പ് എല്ലാം മാർക്ക് ചെയ്ത് താഴോട്ട് പോയിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടി തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു വെൽവെറ്റ് സാരി ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു. പിന്നെ അതിന് കുറേ സ്റ്റോൺ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റോണും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല പ്രയാസമായിരുന്നു കട്ട് ചെയ്തെടുക്കാൻ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണും അമർത്തണം. അതിൽ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ആ സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു നോട്ട്സും കൂടി ഇടുകയാണ്. നമുക്ക് ആ ഷേപ്പ് അടിക്കാൻ നേരത്ത് ആ സ്ലിറ്റിൻ്റെ ഭാഗം അറിയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ബോഡി പാർട്ടിൽ കൈക്കുഴി ഒരു 1/2 ഇഞ്ച് കൂടെ കയറ്റി മാർക്ക് ചെയ്യുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു റൗണ്ട് നെക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ എല്ലാ ചുരിദാറിനും ബാക്ക് നെക്ക് എപ്പോഴും റൗണ്ട് ആയിരിക്കും. എനിക്കത് കളഞ്ഞിട്ട് കളിയില്ല. ഇനി അടുത്തത് നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന തുണിയിൽ നമ്മുടെ സ്ലീവാണ് ചെയ്യുന്നത്. 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് 3.5 ഇഞ്ച് താഴേക്ക് ഒരു ലൈൻ വരച്ചിട്ട് അവ തമ്മിൽ ബന്ധിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ പാതി എടുത്തിട്ട് ആ പാതി ഭാഗം മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ വരച്ചടയാളപ്പെടുത്തുക. ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് അടയാളപ്പെടുത്തുക. ഞാനിവിടെ 20 എടുത്തിരിക്കുന്നത്. 6.5 ഇഞ്ചിൽ നമ്മുടെ കൈവണ്ണവും എടുത്തിട്ടുണ്ട്. ഈ കൈവണ്ണത്തിലേക്ക് നമ്മുടെ ആ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് വളച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ കട്ടിങ്ങിലും നല്ല പാടുണ്ട്. ഈ തുണി ഇച്ചിരി കട്ടി ആയതുകൊണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറയണം. നമുക്ക് കുറവൊക്കെ പരിഹരിച്ച് നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരാനാണ്. പിന്നെ അതവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി ഞാൻ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മുടെ ക്യാൻവാസിലാണ് അടയാളപ്പെടുത്തുന്നത്. അതിനായിട്ടൊരു പേപ്പർ മടക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തി 1 ഇഞ്ച് എക്സ്ട്രാ കൂടെ അടയാളപ്പെടുത്തി 4 ആക്കി. അവിടുന്ന് എനിക്ക് എത്രയാണോ ലെങ്ത് അത് മാർക്ക് ചെയ്തു. ഞാനിവിടെ 6.5 എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊരു ബോക്സ് ടൈപ്പിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഞാനിവിടെ ഒരു താഴോട്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ വി നെക്കാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടൊരു സ്കെയിലെടുത്ത് നമ്മുടെ ആ പോയിന്റിൽ നിന്നും താഴേക്ക് വരയ്ക്കുക. വരച്ചതിന് ശേഷം അത് അളന്നിട്ട് അതിൻ്റെ പാതി എത്രയാണോ
അത് അടയാളപ്പെടുത്തുക. അത് ഇങ്ങനെ ചെറിയ നെക്ക് മതിയെങ്കിൽ അങ്ങനെ മതി. അല്ല എനിക്ക് ഇച്ചിരി കൂടെ വൈഡായിട്ട് ഇരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ പാതി എടുത്തിട്ട് ആ പാതി എടുത്ത പോയിന്റിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് കൂടെ ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 ഇഞ്ച് അളവിൽ മാറ്റി നമ്മൾ ആ ഷേപ്പ് ഒന്നുകൂടി വരച്ചെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പം അത് കറക്റ്റായിട്ടിരിക്കണം, മാറിപ്പോകരുത്. തുടക്കക്കാർക്കൊക്കെ ഞാനും ഒരു പിന്നൊക്കെ ചെയ്തിട്ടാണ് അത് ഇളക്കുന്നത്, അല്ലെങ്കിൽ അതെൻ്റെ നിന്നും പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി അത് നമ്മുടെ അതേപോലെ കളറിലെ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശത്ത് അത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയൺ ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തയ്ച്ചെടുത്താലും മതി. ഇനി നമ്മുടെ തയ്യലിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ അയൺ ചെയ്ത് വെച്ച നെക്ക് അടിച്ചെടുക്കുകയാണ്. ആ ക്യാൻവാസ് പേപ്പറിൻ്റെ ജസ്റ്റ് തട്ടുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് അടിച്ചെടുക്കുക. ഈ അടിക്കുമ്പോഴൊക്കെ ഓരോരോ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ സ്റ്റോൺ ഉണ്ടായിരുന്നേ, ആ സ്റ്റോണിൽ തട്ടി തട്ടി എൻ്റെ സൂചി എല്ലാം ഒടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് ആ ഒരു പാർട്ടിൽ കൂടെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ അതാ അങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ഈ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചതിൻ്റെ നല്ല വശവും ചേർത്ത് അടിച്ചെടുക്കണം. അടിച്ചെടുക്കാൻ നേരത്ത് ആ ഒരു ആ ഭാഗം വരുമ്പോഴത്തേക്കും നമ്മുടെ ഫൂട്ടർ പൊക്കി വെച്ചിട്ട് വളച്ചിങ്ങെടുക്കുക, അല്ലെങ്കിൽ അതൊരു ചുളുക്ക് വീഴും. അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച ആ പേപ്പറിൻ്റെ ആ ക്ലോത്തിൻ്റെ ഭാഗവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഭാഗവും കൂടിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മളത് അടിച്ച് വെക്കുന്നുണ്ട്. ആ പോയിൻ്റ് ഭാഗം എത്തുമ്പോൾ നന്നായിട്ടൊരു കെട്ട് പോലെ ഇടണം, അല്ലെങ്കിൽ അത് ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അങ്ങനെ അത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ നല്ല തുണിയും ആ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ച തുണിയും കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ വി ഷേപ്പിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ ആ തയ്യൽ തുമ്പിൽ തട്ടാത്ത രീതിയിൽ ഓരോ കട്ടിങ് കൊടുക്കണം. ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിൽ ഓരോ കട്ടിങ് കൊടുക്കുക. അതിനുശേഷം അത് തിരിച്ചെടുക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ സാരിയിലുണ്ടായിരുന്ന ലേസ് ഉണ്ടായിരുന്നല്ലോ, ആ ലേസ് ആ കഴുത്ത് ഭാഗത്തേക്ക് അടിച്ച് വെക്കുകയാണ്. അത് അടിച്ച് വെക്കാൻ നേരത്ത് ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ കുറച്ചുകൂടെ തുണി എടുത്ത് മടക്കി വെക്കണം. നമ്മൾ തയ്ച്ചതിന് ശേഷം ആ ബാലൻസ് ഉള്ളത് വെട്ടിക്കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ തികയാതെ വരും. അതുകൊണ്ടാണ് എൻ്റെ ആ തുണിക്ക് കുറച്ച് നീളം. അത് അടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗത്തൂടെ ആ മറ്റേ സൈഡിൽ കൂടി അടിച്ചത് പെർഫെക്റ്റ് ആക്കുകയാണ്. ഇവിടെ നമ്മൾ ആ സെൻറ്റർ ഭാഗം എത്തുമ്പോൾ ഫൂട്ടർ പൊക്കിയിട്ട് വേണം അടിച്ചെടുക്കാൻ. ഈ ഭാഗത്തെല്ലാം ആ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നേ, കുറേ ഇളക്കി കളഞ്ഞിട്ടാണ് ഞാൻ ഈ പണി തുടങ്ങിയത്. ഈ ക്ലോത്തിൻ്റെ മെയിൻ പാർട്ടും ഭംഗിയും ആ സ്റ്റോൺ വർക്ക് തന്നെയാണ്. അത് നന്നായിട്ട് ഒന്നുകൂടെ പതിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. പതിച്ചടിക്കുമ്പോഴായിരിക്കും അതൊരു പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് പീസിൻ്റെ കഴുത്തിൽ വെക്കാൻ വേണ്ടി 2 ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ആ ക്രോസ് പീസ് നല്ല വശവും ചേർത്ത് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം അകം
പുറം വശമായിട്ട് നമ്മൾ അടിച്ചെടുക്കണം, ഒന്നാക്കി എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ 2 വശവും നല്ല വശം തന്നെയാണ്. അത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ നല്ല പാർട്ടും, പിന്നെ നമ്മുടെ ആ ക്രോസ് പീസ് 2 വശവും നല്ലതാണല്ലോ, അതുകൊണ്ട് ഏത് വശമായാലും കുഴപ്പമില്ല. അവ തമ്മിൽ അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ്. ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഒന്നിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചേർത്ത് വെച്ച ക്രോസ് പീസ് ഭാഗം ഒന്ന് പൊക്കി വെക്കണം. എന്നിട്ട് വേണം ആദ്യം ഒരടി കൊടുക്കേണ്ടത്. അതിനകത്ത് 2ാമത്തെ അടി വരുമ്പോഴത്തേക്കും ആ ക്രോസ് പീസും കൂടി നല്ല വശത്തേക്ക്, ആ മോശം വശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് അടിക്കണം. അപ്പോഴാണ് ആ ഒരു കഴുത്തിൻ്റെ ഭാഗം ഏറിയും കുറഞ്ഞും വരാതെ നന്നായിട്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ആ ബാലൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത്. തികയാതെ വന്നാലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അവസാനം അതൊക്കെ കട്ട് ചെയ്യുന്നത്. ഇത് എൻ്റെ രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ആ മോള് അവിടെ നിന്നുകൊണ്ട് ശല്യം ചെയ്യുന്നുണ്ട്. അവൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നൂലൊക്കെ എടുക്കുന്നുണ്ട്, കുറേ ശല്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് എനിക്ക്. ഇപ്പോൾ ദാ സ്ക്രൂ ഡ്രൈവറുമായിട്ട് അവിടെ ഇരിക്കുക. അങ്ങനെ നമ്മൾ ആ ഷോൾഡറും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി വരുന്ന ആ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഒരടി കൂടെ അടിക്കുകയാണ്. 2 അടി കറക്റ്റായിട്ട് അടിക്കുകയാണെങ്കിൽ തയ്യൽ നന്നായിട്ടിരിക്കും. നമ്മൾ ഇടുമ്പോഴൊന്നും അങ്ങനെ പൊട്ടിപ്പോത്തൊന്നുമില്ല. ആദ്യമേ അത് കാര്യം പറയാൻ മറന്നുപോയി, കെട്ടിട്ട് വേണം എപ്പോഴും അടിക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ തയ്യൽ പോവും. ഇപ്പോൾ നമ്മൾ ബാലൻസ് വന്ന ആ ക്രോസ് പീസും വെട്ടി കളഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ല, വീണ്ടും ഞാനിരുന്നുണ്ട് ആ മുത്തിളക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആ ഷോൾഡർ, ബാക്ക് ഭാഗത്തിൻ്റെ ഷോൾഡറിൽ നിന്ന് അടിച്ചു തുടങ്ങുവാണ്. നമ്മൾ വലിച്ചു പിടിക്കാതെ വേണേ അടിക്കേണ്ടത്. ഞാൻ ആദ്യകാലത്തൊക്കെ അങ്ങനെ വലിച്ചു പിടിച്ചടിക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ചുരുണ്ട് ഒരുമാതിരി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ആ ലേസ് വെച്ച് വേറൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ, ആ റെഡിൻ്റെ അകത്ത് ആ ലേസ് കാണാൻ. ഇനി നമ്മുടെ ആ സ്ലീവാണ്. സ്ലീവ് നമ്മൾ ജോയിൻ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ക്ലോത്ത് ഒറ്റ പീസ് കിട്ടാഞ്ഞതുകൊണ്ട് 2 പീസ് എടുത്ത് ജോയിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല വശവും നല്ല വശങ്ങളും ചേർത്ത് അടിക്കണം. നല്ല വശവും ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇതിനും നമ്മൾ പതിച്ചൊരടി കൊടുക്കണം. അപ്പോൾ ആ തയ്യൽ തുമ്പൊക്കെ ഒരു പാർട്ടിൽ തന്നെ ഇരിക്കണം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈയുടെ ഇടയ്ക്ക് കൂടി ഇട്ട് ചെക്ക് ചെയ്യണം, ആ തയ്യൽ തുമ്പ് ഒരു വശത്തോട്ട് തന്നെ ആണോ ഇരിക്കുന്നതെന്നും. എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ക്ലോത്ത് പൊക്കി നോക്കുന്നത്. ഇവിടെ എല്ലാം മുത്തുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കൈയുടെ ജോയിൻ്റ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കൈയുടെ അറ്റം മടക്കി അടിക്കണം. ഇതിലും നമ്മൾ ആ സാരിയുടെ പീസിലുണ്ടായിരുന്ന ആ ഒരു ലേസ് എടുത്ത് നമ്മുടെ നെക്കിന് വെച്ച അതേ ലേസ് തന്നെ ഇതിനും വെക്കുകയാണ്. ആദ്യം ഒരു വശം നമ്മുടെ ആ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് ചേർത്ത് ലേസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ആ മറ്റേ വശം കൂടിയായിട്ട് അടിച്ച് പെർഫെക്റ്റ് ആക്കണം. ഞാൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും ആവർത്തന വിരസതയോ അല്ലെങ്കിൽ തെറ്റായിട്ടാണോ പറയുന്നതെങ്കിൽ കമൻറ്റിലിടണേ, എന്നാലല്ലേ നമുക്കതൊക്കെ മാറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ കൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ കൈയും കൂടെ അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലെങ്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് അത് കാണിക്കാൻ. ഇനി നമ്മൾ സ്ലീവാണ് അടിക്കുന്നത്. നമ്മുടെ ക്ലോത്തിൻ്റെ മെയിൻ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് അടിക്കണം. നമ്മുടെ സ്ലീവാണ് അടുത്ത് അറ്റാച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് അടിക്കണം. നമ്മൾ ആദ്യം ഒരു വട്ടം അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ അടിക്കണം. അങ്ങനെ സ്ലീവ് അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോഡി പാർട്ട് മൊത്തത്തിൽ ജോയിൻ ചെയ്യുകയാണ്. ആദ്യം സ്ലീവ് അടിച്ച് തുടങ്ങുകയാണ്.
സ്ലീവ് അടിച്ച് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ ആ പോയിൻ്റൊക്കെ നന്നായിട്ടാണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തയ്ച്ച് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കോ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നന്നായിട്ടൊക്കെ ആണോ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ അതൊക്കെ നോക്കി ക്ലിയർ ചെയ്തിട്ട് അടിക്കുകയാണ്. നമ്മൾ ആ സ്ലിറ്റിൻ്റെ ആ നോച്ചിട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ വരെയാണ് ഈ അടിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നത്. അത് പെട്ടെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ആ നോച്ച് നമ്മൾ ആദ്യമേ ഇടുന്നത്. ആ നോച്ചിട്ട ഭാഗത്തെത്തുമ്പോൾ കെട്ടിട്ട് നിർത്തണം, അല്ലെങ്കിൽ നമ്മളത് അഴിഞ്ഞു പോകും. അതിനുശേഷം നമ്മുടെ മറ്റേ വശം അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ സ്ലിറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോഡിയുടെ ആ ലാസ്റ്റ് അറ്റത്തെ ഭാഗത്ത് നിന്നും 2 മടക്കെടുത്തിട്ട് അടിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ ആ നോച്ച് ഇട്ട ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മുടെ ഫൂട്ട് പൊക്കണം. എന്നിട്ട് നമ്മുടെ ആ ക്ലോത്ത് കറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ചതുരാകൃതി വരുന്ന രീതി, നമുക്കറിയാമല്ലോ ചുരിദാറിൻ്റെ സ്ലിറ്റിൽ എങ്ങനെ ആ ഒരു ഷേപ്പ് എന്ന്, ആ ഷേപ്പ് അടിച്ചെടുക്കാൻ നോക്കണം. അത് ഒരു 2 കെട്ട് പോലെയൊക്കെ ഇടണം, അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അഴിഞ്ഞു പോകാൻ തുടങ്ങും. അതിനുശേഷം നമുക്കത് താഴോട്ട് അടിച്ചുകൊണ്ട് വരാം. ഇനി നമ്മുടെ തയ്യലൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാം. എങ്ങനെയുണ്ട്? കൊള്ളാവോ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.